ഉന്മൂലന ഭീഷണി മുഴക്കി US-ഉം ഇറാനും തമ്മിൽ വാക്പോര്. പസഫിക് സമുദ്ര മേഖലയിലുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിത്തുടങ്ങി. ജൂണിൽ അമേരിക്ക ആക്രമിച്ചപ്പോൾ തങ്ങൾ സംയമനം പാലിച്ചു. ഇനിയൊരു ആക്രമണമുണ്ടായാൽ സർവ കരുത്തുമെടുത്ത് തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി മുന്നറിയിപ്പ് നൽകി. സൗത്ത് ചൈന കടലിലായിരുന്ന പോർവിമാനവാഹിനി USS എബ്രഹാം ലിങ്കനും അതിന് അകമ്പടിയായി 3 യുദ്ധക്കപ്പലുകളുമാണ് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നത്. ഇറാനിലെ പ്രക്ഷോഭം 72 മണിക്കൂർ മാത്രമാണ് നീണ്ടതെന്ന് US ദിനപത്രമായ വാൾ സ്ട്രീറ്റ് ജേണലിൽ എഴുതിയ ലേഖനത്തിൽ അറക്ചി പറഞ്ഞു. പ്രക്ഷോഭകാരികളുടെ കയ്യിൽ ആയുധം കൊടുത്തത് ഇസ്രായേലും അമേരിക്കയും ചേർന്നാണെന്ന് അറക്ചി ആരോപിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ പേരിൽ ലോക സാമ്പത്തിക ഫോറത്തിലേക്ക് ഇറാനുള്ള ക്ഷണം റദ്ദാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്തുക എന്ന നയമാണ് അമേരിക്ക സ്വീകരിച്ചത്. അടുത്തിടെ ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമത്തിലാണ് ഇരുവരും തമ്മിലുള്ള യുദ്ധം ഒഴിവായത്. എന്നാൽ ഇപ്പോൾ വീണ്ടും പരസ്പരം കൊലവിളികളുമായി അമേരിക്കയും ഇറാനും എത്തിയിരിക്കുന്നു. തന്നെ വധിച്ചാൽ ഇറാൻ പിന്നെ കാണില്ല എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഖൊമൈനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സംഭവിക്കുന്നവൻ്റെ വലത് കൈ വെട്ടുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുകയാണ്. അമേരിക്കയുടെ അഭിമാന യുദ്ധക്കപ്പലാണ് USS എബ്രഹാം ലിങ്കൻ. ആ യുദ്ധക്കപ്പലാണ് ഇറാനിലേക്ക് നീങ്ങുന്നത്. ഇറാൻ സൈന്യം ജാഗ്രതയിലാണെന്ന് അബ്ബാസ് അറക്ചി പറഞ്ഞു. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം നിയന്ത്രണാതീതമായി മാറിയിരിക്കുന്നു. ഏത് നിമിഷവും യുദ്ധം സംഭവിക്കാവുന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങിയിട്ട് അവസാന ഘട്ടത്തിൽ പിൻവാങ്ങുകയായിരുന്നു. ഇസ്രായേലിൻ്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും ഇടപെടൽ അതിനുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ നെതന്യാഹു ട്രംപിനെ വിളിച്ച് സംയമനം പാലിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങൾ അമേരിക്കയുമായി സന്ധി സംഭാഷണ ചർച്ച നടത്തി എന്നും റിപ്പോർട്ടുണ്ട്. അങ്ങനെയാണ് അമേരിക്ക പിന്തിരിഞ്ഞത്. ഇറാനിലെ പ്രക്ഷോഭം അമേരിക്കയും ഇസ്രായേലും കൂടി വരുത്തി തീർത്തതാണ് എന്നാണ് ഇറാൻ ഭരണകൂടം ആരോപിക്കുന്നത്. പ്രക്ഷോഭകരെ ഇറാൻ കൂട്ടക്കൊല ചെയ്തു. എത്ര പേരെ കൊന്നുവെന്ന് ഇപ്പോഴും ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. ഇറാനിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമല്ല. സർക്കാർ കടുത്ത ജാഗ്രതയിലാണ് ഇറാനിൽ. ലോകത്ത് 3ാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീഷണി ഉണ്ടാക്കുന്നു ഇറാനും അമേരിക്കയും തമ്മിലുള്ള കൊലവിളി. അമേരിക്കയുടെ ലോക പോലീസ് പട്ടം ഇറാൻ അംഗീകരിക്കുന്നില്ല. ഖൊമൈനിയെ പരമോന്നത നേതാവായി തന്നെ ഇറാൻ ജനത വാഴ്ത്തുന്നു. ബഹുഭൂരിഭാഗം ജനങ്ങളും ഖൊമൈനിക്ക് പിന്നിലാണ്. അതാണ് അമേരിക്കയെ കുഴക്കുന്ന കാര്യം. ഖൊമൈനിക്ക് പിന്നിൽ ഇറാൻ സൈന്യം അടിയുറച്ച് നിൽക്കുന്നു. അതുകൊണ്ട് സൈനികമായ ഒരട്ടിമറിയോ ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് ഖൊമൈനിയെ പുറത്താക്കലോ നടക്കുന്ന കാര്യമല്ല. അത് ഏകദേശം അമേരിക്കയ്ക്ക് ഉറപ്പായി. ഈ സാഹചര്യത്തിലാണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നീങ്ങുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് പതിക്കും അമേരിക്ക ആക്രമിച്ചാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള സംയുക്ത ആക്രമണം ഇറാനിൽ നടക്കുമോ എന്നുള്ളതാണ്. മുമ്പത്തെ പോലെ സംയുക്തമായൊരു ആക്രമണം ഇറാനിൽ നടക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം. എന്തായാലും ഇരു രാജ്യങ്ങളും പരസ്പരം കൊലവിളിക്കുന്നു.
ലോക സമാധാനത്തിന് ഭീഷണിയാകുന്നു ഈ കൊലവിളി. ഇറാൻ ഒതുങ്ങുന്നില്ല. അവർ നട്ടെല്ല് നിവർത്തി തന്നെ നിൽക്കുന്നു. അമേരിക്ക തൊട്ടുകഴിഞ്ഞാൽ സർവ്വ കരുത്തും ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന അബ്ബാസ് അറക്ചിയുടെ പ്രസ്താവന അതിന് തെളിവാണ്. ഇറാന്റെ ആയുധശേഖരം 6 മാസം മുമ്പ് നടന്ന 12 ദിന യുദ്ധത്തിൽ നശിപ്പിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇറാൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഹെവി ബാലിസ്റ്റിക് മിസൈലുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളും ഇറാന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ അമേരിക്കയെ പേടിപ്പെടുത്തുന്ന കാര്യമാണ്. എന്തായാലും ഈ അമേരിക്കൻ യുദ്ധക്കപ്പൽ USS എബ്രഹാം ലിങ്കൺ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നത് യുദ്ധത്തിന്റെ സൂചന തന്നെയാണ്. അതിനകമ്പടിയായി 3 യുദ്ധക്കപ്പലുകളും ഉണ്ട്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഗൗരവപൂർവ്വം നിരീക്ഷിച്ചു വരികയാണെന്ന് റഷ്യ പറഞ്ഞു. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അത് സർവനാശത്തിലേക്ക് പോകുമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ചൈനയും റഷ്യയും ഇറാന്റെ ചിരകാല സുഹൃത്തുക്കളാണ്. ചൈനീസ് ആയുധങ്ങൾ ഇറാൻ വലിയ തോതിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും അസ്വസ്ഥമാക്കി മാറ്റുന്നത്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇറാൻ ആണവ പദ്ധതിക്ക് തുടക്കമിട്ടത്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ആണവ നിലയങ്ങൾ ഇറാൻ നിർമ്മിച്ചത്. അമേരിക്ക ബോംബിട്ട് തകർക്കാൻ ശ്രമിച്ചെങ്കിലും ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാത്തത് റഷ്യൻ വൈദഗ്ധ്യം കൊണ്ടാണ്, റഷ്യയുടെ നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടാണ്. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനിൽ തകൃതിയായി നടക്കുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇറാനെ ഉപരോധം കൊണ്ട് വീർപ്പുമുട്ടിക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു. പക്ഷേ ഉപരോധങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇറാൻ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇറാൻ ഭരണകൂടം ഒന്നടങ്കം ഖൊമൈനിക്ക് പിന്നിൽ നിൽക്കുന്നു. ഇറാൻ ഭരണകൂടവും ഇറാൻ സൈന്യവും ബഹുഭൂരിഭാഗം വരുന്ന ജനതയും ഖൊമൈനിക്ക് ഒപ്പമാണ്. അതാണ് അമേരിക്കയെ കുഴക്കുന്ന കാര്യം. ഖൊമൈനിയാണ് ഇറാന്റെ പരമോന്നത നേതാവ്. ഖൊമൈനിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ വിദേശ മാധ്യമങ്ങൾ ഉന്നയിച്ചിരുന്നു. ഖൊമൈനി രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുകയാണെന്നും ഇറാനിൽ സാമ്പത്തിക അരാജകത്വം നടമാടുകയാണെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ. പക്ഷേ ഈ ആരോപണങ്ങൾക്കെല്ലാം അപ്പുറം ഇറാൻ ജനത അദ്ദേഹത്തെ ആരാധിക്കുന്നു. ഇറാൻ ജനത അദ്ദേഹത്തെ പരമോന്നത നേതാവായി കരുതുന്നു. എന്തായാലും യുദ്ധം അനിവാര്യമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അറബ് രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമവുമായി വീണ്ടും എത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഇനിയൊരു മധ്യസ്ഥത നടക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇരു രാജ്യങ്ങളും അതിരു കടന്നിരിക്കുന്നു. ഇരു രാജ്യങ്ങളും കൊലവിളിക്കുന്നു. പരസ്പരം കൊലവിളി മുഴക്കി അമേരിക്കയും ഇറാനും നേർക്കുനേർ.